വട്ടൂരികളുടെ ഏറ്റവും വലിയ ഷെയ്ഖ് ഇപ്പം ഇബ്നു തൈമിയ്യയാണ്. വട്ടൂരികളുടെ ഏറ്റവും വലിയ ഷെയ്ഖ് ഇബ്നു തൈമിയ്യയാണ്. ഇബ്നു തൈമിയ്യ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഫഖീഹാണ്, ഏറ്റവും വലിയ കിതാബിൽ കഴിവുള്ള ആളാണ്, എല്ലാ വിഷയങ്ങളിലും ജാഗരൂകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയാണ് ആര്? നമ്മുടെ കുരുവട്ടൂരികൾ. കുരുവട്ടൂര് പമ്പേഴ്സും നൗഷാദൊക്കെ പ്രസംഗിക്കുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചു. ഏതായാലും പമ്പേഴ്സ് ഒന്ന് പറയട്ടെ, ഇബ്നു തൈമിയ്യയെ പമ്പേഴ്സ് ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഓര് എല്ലാം നമ്മളെ മേത്തേക്കാണ് ഇടുന്നത്. പേരോട് ഉസ്താദിൻ്റെ മേത്തേക്കിന് ഇടുക. മക്കളെ, നിങ്ങൾ എത്ര ജന്മം ജനിച്ചാലും പേരോട് ഉസ്താദിനെ തകർക്കാൻ വല്ലാഹി സത്യങ്ങളെ കൊണ്ട് കഴിയില്ല. അത് നിങ്ങളെ കൊണ്ട് കഴിയൂല, നിങ്ങളെ കൊണ്ട് നല്ല ഇനി ഒരു തലമുറക്കും കഴിയൂല. അതാണ് പേരോട് ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം. മൗലാന പേരോട് ഉസ്താദ് അതൊരു മുത്താണ്, മാണിക്ക കല്ലാണ്, അതൊരു പുകലാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വെടി വെച്ച് നോക്കി നിങ്ങൾ കൊള്ളൂല. അതാണ് പേരോട് ഉസ്താദ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? പറയട്ടെ, ഇപ്പം പറയട്ടെ. പറയണ്ട, ഇബ്നു തൈമിയനെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. ഇബ്നു തൈമിയ അയാൾ വലിയ പണ്ഡിതനാണ്. അയാൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ എല്ലാത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഇബ്നു തൈമിയയെ ഒന്നും പറയണ്ട. ഇബ്നു തൈമിയ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എല്ലാ പ്രശ്നങ്ങൾക്കും തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. എല്ലാ വിഷയത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ആരാ പറയണത്? നമ്മളെ കുരുവട്ടൂരി രണ്ടാം ഖലീഫ പമ്പേഴ്സ് മൗലവി. ഇനി അടുത്തത് ഒന്നാം ഖലീഫ നൗഷ്. ഒന്ന് വരട്ടെ, നൗഷ് വാടാ. എന്താണ് ഇബ്നു തൈമിയ്യ? ഇബ്നു തൈമിയ്യ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായി, സംശയമില്ല. അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. കേട്ടില്ലേ? ഇബ്നു തൈമിയ്യ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് എല്ലാ ഫന്നുകളിലും അദ്ദേഹം കൈവുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ ഇൽമിനെ പുകഴ്ത്താതെ അക്കാലഘട്ടത്തിലുള്ള ഒരു പണ്ഡിതന്മാരും കഴിഞ്ഞു പോയിട്ടില്ല. അത്രയും വലിയ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു ഇബ്നു തൈമിയ്യ. ഇതാരാ പറയുന്നത്? കാട്ടുകള്ളനായ കുരുവട്ടൂരികളിൽപ്പെട്ട കുരുവട്ടൂരികളുടെ ഉന്നത പ്രഭാഷകൻ നൗഷാദ് മൗലവി. ഒരേറ്റവും വലിയ പ്രഭാഷകനാണ്. ഷെയ്ഖ് കോമാട്ടുചാലിൽ അദ്ദൂന് വരെ കിതാബ് ഓതി കൊടുക്കുന്ന ആളാണ്. അദ്ദൂൻ്റെ സംശയങ്ങൾ തീർക്കുന്ന ആളാണ്. ആര്? നമ്മളെ കോമാട്ടുചാലിൽ അദ്ദൂൻ്റെ സംശയം തീർക്കുന്ന ആളാണ് നൗഷു. നിങ്ങൾക്ക് അറിയോ വിഷയങ്ങൾ? ശരിക്കും ഷെയ്ഖ് ആരാണ്, മുരീദ് ആരാണ്, ഉസ്താദ് ആരാണ്, ശിഷ്യനാരാണ് എന്നുള്ള വിഷയം വരെ അവിടെ ഉണ്ട്. ആരുടെ കയ്യിലാമ്മ മൂതരക്കല്ല് എന്ന് ചോദിച്ചോടത്തേക്ക് കുരുവട്ടൂരികൾ എത്തിയിട്ടുണ്ട്. എന്താണ് AP സമസ്തക്ക് എന്താണ് ഒരു ഇത് വെച്ചിരുന്നല്ലോ അവർ, എന്തോ ഒരു ബാനറിൻ്റെ മുകളിൽ വെച്ചിരുന്നു, നിയന്ത്രിക്കാൻ ആളില്ല എന്നിട്ട്. ഏതിനാ ചങ്ങായി തലല്ലാത്തത്? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ AP സമസ്തക്ക് എന്ന് പറഞ്ഞാൽ സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ഈ രണ്ട് വലിയ വൃക്ഷം, ഇവർ രണ്ടുപേരും ഞങ്ങളിൽ ഏറ്റവും വലിയ ഷജറകളാണ്. ഇതെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഞങ്ങൾ ഏറ്റവും വലിയ ഷജറകളാണ് അവർ. അതിനുശേഷം പോന്നാൽ പൊന്മള ഉസ്താദ്, മൗലാന പേരോട് ഉസ്താദ്, ഖലീൽ ബുഖാരി തങ്ങൾ, ഇങ്ങനെ പോന്ന് കുറ്റമ്പാറ ഉസ്താദ്, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ. അല്ലാ, എന്താണതൊക്കെ? അവരുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ അന്നളുറു ഇലാ വജ്ഹിൽ ആലിമി ഇബാദത്തുൻ വൽ ജുലൂസു മഅഹു ഇബാദത്തുൻ. ല്ലേ? അന്നളുറു ഇലാ വജ്ഹിൽ ആലിമി ഇബാദത്തുൻ. ഒരു പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. വൽ ജുലൂസു മഅഹു ഇബാദത്തുൻ.
അവരോട് കൂടെ ഇരിക്കൽ ഇബാദത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനത്തെ പണ്ഡിതനാടാ പേരോട് ഉസ്താദ്. ആ പ്രസംഗം കേട്ടിട്ട് ആ പ്രസംഗിക്കുന്ന സമയത്ത് ആ മുഖത്തേക്കൊന്ന് നോക്കാച്ച്, ആ മുഖത്തേക്കൊന്ന് നോക്കാം. അതുപോലെ മറ്റു പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ ആ മുഖത്തേക്കൊന്ന് നോക്ക്. ഇനി ഇവരെന്ന് വെക്കണ്ട, സയ്യിദുൽ ഉലമാ ജിഫിരി തങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ്, MT ഉസ്താദ്, ഇവരൊക്കെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന ആ സമയത്ത് ഇവരുടെ മുഖത്തേക്കൊന്ന് നോക്കടോ, ഇവരുടെ മുഖത്തേക്കൊന്ന് നോക്ക്. അവരുടെ മുഖത്തേക്ക് നോക്കി തെറി വിളിക്കാൻ കഴിവുള്ളവൻ അവരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് ഇബ്നു തൈമിയ്യ. മനസ്സിലായെങ്കിൽ ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരാണ് അങ്ങനത്തെ പണ്ഡിതന്മാരെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തെറി വിളിക്കുക. ആ ഇബ്നു തൈമിയ്യയാണ് ഇപ്പോൾ ഇജിക്കോലത്തിൽ പുകഴ്ത്തി പറഞ്ഞത്. ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരാണ് പുത്തനാശയക്കാർ അല്ലേ? എന്നിട്ട് ഇബ്നു തൈമിയ്യയെ പുകഴ്ത്തി കൊണ്ട് നടക്കുക. എന്നിട്ട് ഓൻ പുകഴ്ത്തിയത് മൗലാന പേരോട് ഉസ്താദിൻ്റെ അടുത്ത് കിടുക. പേരോട് ഉസ്താദ് ചെങ്ങായി ഒരാൾ ഈ ഗെയ്ത്തി കാണിക്കലില്ല. ഇവിടെ ത്വലാഖ് സംവാദം വന്ന സമയത്ത് മറുകക്ഷിയിലുള്ള ആളുകളെ ഉസ്താദെ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധനം ചെയ്തത്. ആര് അറിയിച്ച്? ഇപ്പുറത്തിരിക്കുന്ന സംവാദം നടക്കുകയാണ്, ഇപ്പുറത്തും അപ്പുറത്തുമാണ്. അങ്ങനെ ഇപ്പുറത്തിരുന്നിട്ടാണ് അങ്ങോട്ട് പറയുന്നത്, ഉസ്താദെ എന്ന് വിളിച്ചിട്ടാണ് സംവാദം നടക്കുന്നത്. ആ വിഷയം നമ്മളൊരിക്കൽ സംസാരിച്ചതാണ്. ഇതിനോട് എന്താ പറഞ്ഞത്? അതൊന്നും ഒരിക്കലും അങ്ങനെ ഉസ്താദെ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനല്ല പേരോട് ഉസ്താദ്. പേരോട് ഉസ്താദ് അഭിസംബോധനം ചെയ്ത സമയത്ത് പോലും ഉസ്താദ് എന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നത്. അതാണ് പേരോട് ഉസ്താദ്. ആ താഴ്മ, ആ തവാദു, അതാണ് മൻ തവാളഅ റഫഅഹുല്ലാഹ്. അള്ളാഹു ഉയർത്തി കഴിഞ്ഞവരൊക്കെ അതിന് എത്ര കെട്ടിമറിഞ്ഞിട്ടും കാര്യമില്ല. ബാക്കി പറയാം. അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ. കണ്ടില്ലേ? ലോകത്തറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ. ബാക്കി ഇബ്നു തൈമിയ്യന്റെ ഇൽമൊക്കെ പാട് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാലും പതിയാകൂല ചങ്ങായി. അതുപോലെ തന്നെയല്ലേ ഇബ്ലീസിന്റെ ഇൽമും? അത്ര വലിയ ആബിദും ആലിമുമല്ലായിരുന്നു ഇബ്ലീസ്. കാരണം ആ ജാതി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമയാൾക്കുണ്ട്. ഇബ്നു തൈമിയ്യക്ക് പാണ്ഡിത്യല്ലെന്ന് ആരും പറയില്ല. അയാൾ രചിച്ച കിതാബുകൾ എത്ര ആഴമുള്ളതാണ്, അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ. അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. ചൂടായിട്ട് എന്തൊക്കെ പറയേണ്ടത് പിടുത്തല്ലേ? തുള്ളി തോന്നിയതൊക്കെ കോതൊക്കെ പാട്ടാകുകയല്ലേ? എന്തൊക്കെയാണ് വിളിച്ചു പറയല്ലേ? അപ്പം ഇബ്നു തൈമിയ്യ അത് ഞങ്ങളെല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ആ വിഷയത്തിൽ ഇൽമുള്ള ആളാണ്. ഇൽമുണ്ട്, എല്ലാ വിഷയത്തിലും ഇൽമുണ്ട്. പക്ഷേ വഹാബിസം കയറിക്കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വന്നു. അതൊക്കെ ശരിയാണ്. എന്നതുപോലെ തന്നെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വലിയ പണ്ഡിതനായിരുന്നു, വലിയ ആബിദായിരുന്നു. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു മണൽ തരി പോലും ഉലകത്തിൽ ഇല്ലതാനും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അത്രയും വലിയ ആബിദായിരുന്നു ഇബ്ലീസ്. എന്താ ഇബ്ലീസിന് പറ്റിയ കേട്? അൻ്റെ കേട്. എന്ത് ഇബ്ലീസിന് പറ്റിയ കേട്? എൻ്റെ ഷെയ്ഖിൻ്റെ കേട്. എന്ത് ഇബ്ലീസിന് പറ്റിയ കേട്? എൻ്റെ ബാബാൻ്റെ കേട്. അഥവാ ഞാൻ അത്യാവശ്യം തിരക്കിടില്ല. സംഘടനയിലുള്ള കാലഘട്ടത്തിൽ തന്നെ ഞാനാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കൊണ്ട് പ്രസംഗിക്കാൻ പോണത്. ഞാനാണ് ഇവിടുത്തെ ആള്. ഒരു കസാലിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ സദസ്സിലേക്ക് ഒരു പണ്ഡിതൻ കയറി വരികയാണെങ്കിൽ അന്ന് ഞാനൊരു സ്ഥലത്ത് തന്നെ കൊടുന്നിട്ട് അവിടുന്ന് ഇരുന്നോടത്തുനിന്ന് കസാലിയിൽ എണീക്കാഞ്ഞിട്ട്
ആ സദസ്സിലേക്ക് ഒരു തങ്ങൾ കയറി വന്നപ്പോൾ അറിഞ്ഞിട്ടില്ല, അറിയാത്ത മാതിരി ഇരുന്നു. എന്നിട്ട് ഇജ്ജ് പോയതിനു ശേഷം ആ തങ്ങൾ ഇഞ്ഞോട് പറഞ്ഞ എന്താ അറിയോ, സംഗതിയൊക്കെ റഹ്മാനി നന്നായി, പക്ഷേ മൂപ്പര് വലിയ കിബറുള്ളൊരു മനുഷ്യനെന്നാ തോന്നണില്ലായിരുന്നു എന്ന്. 2009, 2008 കാലഘട്ടങ്ങളിലുള്ള സംഗതിയാണ് ഞാനീ പറയണത്. കിബറുള്ള മനുഷ്യനാണില്ലേ. കാരണം അയാളെ കിബിർ സമ്മതിച്ചില്ലല്ലോ ഒരു സദസ്സിലേക്ക് നമ്മളെ കണ്ടിട്ട് എണീറ്റിക്കണമെന്നൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയുണ്ടായി.